9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഡോക്ടർമാരെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് കുട്ടിയുടെ മാതാവ്. കൃത്യമായ പരിശോധന നടന്നില്ലെന്നും രേഖകൾ തങ്ങളുടെ കൈവശമുണ്ടെന്നും അമ്മ പ്രസീത പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോണത് എന്തിനാണ്? നല്ല ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടല്ലേ പോണത്. അവരിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മകൾക്ക് വന്നത് നാളെ വേറെ ഒരു കുട്ടിക്ക് വരില്ലെന്ന് എന്താ ഉറപ്പ്? അഡ്മിറ്റ് ആക്കിയിട്ട് നോക്കിയതാണേ ഇപ്പം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഇത്ര വാർത്തയാവേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ നോക്കിയില്ല. അത് മുറിയിൽ അവർ ശ്രദ്ധിച്ച് നോക്കിയതാണെങ്കിൽ അത് ഇൻഫെക്ഷൻ ആകില്ലായിരുന്നു. ഇൻഫെക്ഷൻ ആകുമ്പോഴാണ് അത് ക്ലോത്തായി, ബ്ലഡ് ബ്ലോക്കായി, അങ്ങനെയാണ് ഈ കൈ അളിഞ്ഞു പോയത്. ബാൻഡേജ് ഇട്ടത് കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞങ്ങൾ ഈ വിരൽ കണ്ടിട്ടാണ് ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയത്. എല്ലിൻ്റെ ഡോക്ടർമാരും കൂടി വന്നു. എല്ലാം വന്ന് നോക്കുമ്പോഴാണ്, അഴിച്ചു നോക്കുമ്പോഴാണ് അറിഞ്ഞത് ദിവസമായിട്ട് ഇതായി. അവരിൻ്റെ ഭാഗത്ത് തെറ്റിനെ മറയ്ക്കാൻ തന്നെ നോക്കണത്, പിന്നെ വേറെ ഒന്നുമല്ല. ഇത്രയും ഒരു 8 ദിവസത്തിൻ്റെ 9 ദിവസത്തിൻ്റെ ഉള്ളിൽ കൈ മുറിച്ച് മാറ്റിയ പറഞ്ഞാൽ അതൊരു വലിയൊരു ഇതല്ല, ഇഷ്യൂ അല്ലേ അത്. അവരുടെ കയ്യിലെ തെറ്റ്, എന്തായാലും തെറ്റ് അവൻ്റെ കയ്യിൽ തന്നെയാണ്. ഷഹീദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഹീദ്, സങ്കടകരമായൊരു സ്ഥിതിവിശേഷമാണ്. എന്തൊക്കെ ആരോപണങ്ങളാണ് ഡോക്ടർമാർക്കെതിരെയും ആശുപത്രിക്കെതിരെയും ഈ കുട്ടിയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്? അഭിലാഷ്, കഴിഞ്ഞ മാസം 24-ാണ് ഈ കുട്ടിക്ക് അപകടമുണ്ടാകുന്നത്. ഈ അവിടെ വീടിന് മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടിന് ചെറിയൊരു അപകടമാണ്. കൈയുടെ എല്ല് പൊട്ടുന്നുണ്ട്, അതിനൊപ്പം തന്നെ കൈക്കൊരു മുറിവും ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ചിറ്റൂർ ആശുപത്രിയിൽ എത്തുന്നു, പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തുന്നു. അവിടെ വെച്ച് ഈ ബാൻഡേഡ് ഇടുകയാണ് ചെയ്യുന്നത്. അതായത് എല്ലിൻ്റെ പൊട്ട് മാത്രമേ ഡോക്ടർമാർ പരിശോധിക്കുന്നുള്ളൂ എന്നാണ് അമ്മ ആരോപിക്കുന്നത്. അതായത് മുറിവുണ്ടായിരുന്നു, ആ മുറിവ് കൃത്യമായി പരിശോധിക്കുകയോ അതിന് ചികിത്സിക്കുകയോ മരുന്ന് വെക്കുകയോ ചെയ്യാതെ പ്ലാസ്റ്റർ ഇടുകയാണ് ചെയ്യുന്നത് കൈക്ക്. പിന്നീട് പിറ്റേ ദിവസം വരാൻ വേണ്ടി പറയുന്നു, ഒ പിയിൽ കാണിക്കാൻ വേണ്ടി പറയുന്നു. ഒ പിയിൽ വരുന്നു, അപ്പോൾ തന്നെ വലിയ നീര് കൈക്കുണ്ട് എന്ന് ഈ കുടുംബം പറയുന്നുണ്ട്. കുട്ടി വലിയ വേദന ഉണ്ടായിരുന്നു, കുട്ടി ആ വേദനയുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഈ എല്ലിൻ്റെ മുറിവാണ്, അതുകൊണ്ട് തന്നെ അതിന് എല്ലിൻ്റെ പൊട്ടലുണ്ടാകുന്നതിൻ്റെ വേദനയാണ് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞ് മടക്കി വിടുന്നു. 5 ദിവസം കഴിഞ്ഞ് വരാൻ പറയുന്നു. 5 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ കലശലായ വേദനയും കുട്ടിക്ക് വേദന കൊണ്ട് അബോധാവസ്ഥയിലാവുന്ന അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഈ കുടുംബം പറയുമ്പോഴാണ്, ഈ അഴിച്ച് പരിശോധിക്കുമ്പോഴാണ് കൈ ആകെ നീര് വന്ന് വീർത്ത അവസ്ഥയിലാണ്, പഴുപ്പ് വന്ന അവസ്ഥയിലാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത്. അതായത് ഈ കുടുംബം അല്ലെങ്കിൽ ഈ മാതാവ് ആരോപിക്കുന്നത് ഈ മുറിവ് കൃത്യമായി പരിശോധിക്കുകയോ അതിന് ചികിത്സ നൽകാനോ ഡോക്ടർമാർ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ കുട്ടിക്ക് അപകടാവസ്ഥയിലേക്ക് പോകാനുണ്ടായ കാരണം. അങ്ങനെ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ ഗുരുതരമായൊരു വീഴ്ചയുണ്ടായി അല്ലെങ്കിൽ ഈ ചികിത്സയിലുണ്ടായ അപാകതയുണ്ടായി എന്ന് കണ്ടെത്തിയിട്ടും പ്രാഥമികമായി മനസ്സിലാക്കിയിട്ട് പോലും ഈ വീഴ്ചയില്ല എന്നുള്ളൊരു സ്ഥിരം പല്ലവി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള സ്ഥിരമായൊരു വിശദീകരണം മാത്രമാണ് ഇപ്പോൾ അവിടുത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ അവിടെ നടത്തിയ പ്രാഥമികമായ പരിശോധനയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്നുള്ളതാണ്. ഇത് അതീവ ഗൗരവത്തിലുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് വളരെ വിസിബിളായി, വ്യക്തമായ രീതിയിൽ, നമുക്ക് പ്രകടമായ രീതിയിൽ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും ഈ എന്താണ് സംഭവിച്ചത്, ചികിത്സയിൽ എവിടെയാണ് പിഴവ് സംഭവിച്ചത്, ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടികളാണ് എടുക്കേണ്ടത്, കുറ്റക്കാരായ ഡോക്ടർമാരോ മറ്റ് ആരോഗ്യ പ്രവർത്തകരോ ഉണ്ടെങ്കിൽ അവർക്കെതിരെയൊക്കെ എന്ത് നടപടി എടുക്കണം എന്നുള്ള തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. മാതാവ് ഇക്കാര്യമാണ് ആവർത്തിക്കുന്നത്. അതായത് തൻ്റെ മകളുടെ അവസ്ഥ ഇനി മറ്റൊരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. എത്രയും സങ്കടകരമാണ് ആ കാഴ്ചകൾ. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ കേന്ദ്രമന്ത്രിക്കടക്കം പരാതി നൽകിയതായി കുട്ടിയുടെ കുടുംബം. പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് വീഴ്ച പറ്റിയെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് പറഞ്ഞതെന്ന് കുട്ടിയുടെ മുത്തശ്ശി ഓമന പറഞ്ഞു. ഡോക്ടർമാരെ സംരക്ഷിക്കാനുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നതെന്ന് ബന്ധുക്കൾ മാതൃഭൂമി ന്യൂസിനോട് ആവർത്തിച്ചു. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ ചികിത്സയും നൽകി എന്നുള്ളതാണ് DMOക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അമ്മ ആ റിപ്പോർട്ട് കണ്ടിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ആദ്യഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ചികിത്സയൊക്കെ ചെയ്തു, പ്ലാസ്റ്റർ ഇടേണ്ടത് എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്, ശാസ്ത്രീയമായ ചികിത്സയാണ് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. അതിൽ ആശുപത്രിക്ക് കാര്യമായ വീഴ്ചയില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം ഞങ്ങൾ കൊണ്ടുപോയല്ലോ. കൊണ്ടുപോയപ്പോൾ അവർ കോഴിക്കോട്ടിലെ ഡോക്ടർ പറഞ്ഞത് അവർക്ക് വീഴ്ച വന്നിട്ടുണ്ടല്ലോ, മുറിവ് നോക്കാണ്ടാണല്ലോ അവർ കെട്ടിയത്. അപ്പോൾ അത് മുറിവ് നോക്കിയിട്ട് വേണ്ടേ അവരത് കെട്ടിത്തരണമെങ്കിൽ. അപ്പം മുറിവ് നോക്കിയിട്ട് നമ്മൾ തലേ ദിവസവും പോയല്ലോ. അപ്പോൾ അന്നെങ്കിലും അവർ അഴിച്ചിട്ട് അത് ക്ലീൻ ചെയ്യേ, അത് അഴിച്ച് എന്താണ് അതിൽ മുറി പറ്റിയിട്ടുണ്ടോ എന്ന് അവർക്ക് നോക്കാമല്ലോ. അതാണ് ഞങ്ങളുടെ ഒരു ഇത്. പരാതിയായിട്ട് തന്നെ മുന്നോട്ട് പരാതിയായിട്ട് തന്നെ പോകും.
അതിൽ സംശയമൊന്നുമില്ല. ഇല്ല, അവർ ആ കോഴിക്കോട് നിന്നുള്ള ഡോക്ടർമാർ പറഞ്ഞൂല്ലേ ഇങ്ങനെ വീഴ്ച പറ്റിയെന്ന്? അവരുടെ കയ്യിലാണ് വീഴ്ച പറ്റിയിരിക്കുന്നത്. അവരത് നോക്കണ്ടേ, മുറി പറ്റിയിട്ടുണ്ടോ? മുറി പറ്റിയിട്ടാണല്ലോ നമ്മൾ ചുകര ഒഴുകിക്കൊണ്ട് ആണല്ലോ നമ്മൾ അവിടെ പോയത്. അപ്പം നമ്മൾ ചോർത്തും കൊണ്ട് പൊതിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. എത്തുമ്പോൾ അവർ നോക്കണ്ടേ. അപ്പോൾ പോയി വേഗം എക്സ്റേ എടുത്തിട്ട് വരും, എന്നിട്ട് നോക്കാം എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് ഇനി എന്തായിരിക്കും, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഞങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, സുരേഷ് ഗോപി, എല്ലാ വകുപ്പ് മന്ത്രിമാരും നിയമപരമായിട്ടുള്ള പോരാട്ടത്തിനാണ്. കുടുംബത്തോടൊപ്പം ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളും കൂടെ നിൽക്കും. പിന്നെ ഈ 25-ാം തീയതി OP ഇല്ല എന്ന് പറയണു. 25-ാം തീയതി OPയിൽ ഇവർ പോയിട്ടുണ്ട്. 30-ാം തീയതി പിന്നെ ആശുപത്രി 108 ആംബുലൻസ് വിളിച്ചു കൊടുത്തത് അവിടുത്തെ ഡോക്ടറാണ് കോഴിക്കോട് പോയത്. പിന്നെ ഇവരുടെ റിപ്പോർട്ട് പ്രകാരം 25-ാം തീയതിയും 30-ാം തീയതിയും ഈ കുട്ടി അവിടെ എത്തിയിട്ട് ആശുപത്രിയിൽ ബന്ധപ്പെട്ടിട്ടില്ല പറയുന്നത്. അത് പച്ചക്കളമാണ്. ഈ റിപ്പോർട്ട് ഡോക്ടർമാരെ സംരക്ഷിക്കാനുള്ള ഒരു പുതിയ അവർ കണ്ടുപിടുത്തങ്ങളാണ്. അതായത് പ്രാഥമികമായിട്ട് എല്ലാം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ് കൈയൊഴിയാണ് DMO ചെയ്യേണ്ടത്. മൽഗോഴ്സി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.